നമസ്കാരം. നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. രണ്ടാം മോദി സർക്കാരിന്റെ അവസാന ബജറ്റ് പാർലമെന്റിൽ അവതരിപ്പിച്ച കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ രാവിലെ 11 മണിക്കാണ് ബജറ്റ് അവതരണം ആരംഭിച്ചത്. സർക്കാരിന്റെ 10 വർഷത്തെ നേട്ടങ്ങൾ പരാമർശിച്ചുകൊണ്ടായിരുന്നു തുടക്കം. ഇന്ത്യൻ സമ്പദ് രംഗം കഴിഞ്ഞ 10 വർഷത്തിനിടെ ഗുണപരമായ മാറ്റങ്ങൾക്ക് സാക്ഷിയായെന്ന് നിർമ്മല സീതാരാമൻ പറഞ്ഞു. എല്ലാവർക്കും ഒപ്പം എല്ലാവർക്കും വികസനം എന്നത് സർക്കാരിന്റെ വിജയമന്ത്രമായിരിക്കുന്നു. മികച്ച ജനപിന്തുണയോടെ ഈ സർക്കാരിന്റെ വികസന പദ്ധതികൾ തുടരും. 80 കോടി ജനങ്ങൾക്ക് സൗജന്യ റേഷൻ നൽകി ദാരിദ്ര്യ നിർമ്മാർജ്ജനം യാഥാർത്ഥ്യമാക്കിയെന്നും രാജ്യത്ത് തൊഴിൽ സാധ്യതകൾ വർദ്ധിച്ചുവെന്നും നിർമ്മല സീതാരാമൻ പറഞ്ഞു. അടുത്ത 5 വർഷം വികസന മുന്നേറ്റത്തിൻ്റെതാണ്. ആകാശം മാത്രമാണ് വികസനത്തിന് മുന്നിലെ പരിമിതി. അടുത്ത തലമുറ വികസന പദ്ധതികളിലേക്ക് സർക്കാർ കടന്നുകഴിഞ്ഞു. കോവിഡ് ഉണ്ടാക്കിയ പ്രതിസന്ധിയിലും പ്രധാനമന്ത്രി ആവാസ് യോജനയിലൂടെ 3 കോടി വീടുകൾ യാഥാർത്ഥ്യമാക്കാനായെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ക്ഷീര കർഷകരുടെ ക്ഷേമത്തിന് കൂടുതൽ പദ്ധതികൾ യാഥാർത്ഥ്യമാക്കും. സമുദ്ര ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി കൂട്ടും. മത്സ്യസമ്പദ് പദ്ധതി വിപുലമാക്കും. കൂടുതൽ മെഡിക്കൽ കോളേജുകൾ യാഥാർത്ഥ്യമാക്കും. 1 കോടി വീടുകളിൽ കൂടി സോളാർ പദ്ധതി കിഴക്കൻ മേഖലയെ കൂടുതൽ ശാക്തീകരിക്കും. 5 ഇന്റഗ്രേറ്റഡ് മത്സ്യ പാർക്കുകൾ യാഥാർത്ഥ്യമാക്കും. രാഷ്ട്രീയ ഗോകുൽ മിഷൻ വഴി പാലുൽപാദനം കൂട്ടും. പുതിയ റെയിൽവേ ഇടനാഴി സുരക്ഷിത യാത്രയ്ക്കായി 40,000 ബോഗികൾ വന്ദേ ഭാരത് നിലവാരത്തിലാക്കും. 3 റെയിൽവേ ഇടനാഴിക്ക് രൂപം നൽകും. വിമാനത്താവള വികസനം തുടരും. വൻ നഗരങ്ങളിലെ മെട്രോ വികസനം തുടരും. വ്യോമഗതാഗത മേഖലയും വിപുലീകരിക്കും. കൂടുതൽ വിമാനത്താവളങ്ങൾ യാഥാർത്ഥ്യമാക്കും. ഈ വാഹനരംഗ മേഖല വിപുലമാക്കും. കൂടുതൽ എയർപോർട്ടുകൾ നവീകരിക്കും. വിനോദസഞ്ചാര മേഖലയിൽ നിക്ഷേപം സ്വകാര്യ മേഖലയെ പ്രോത്സാഹിപ്പിക്കും. 50 വർഷത്തിന്റെ പരിധി സംസ്ഥാനങ്ങൾക്ക് വായ്പ എന്നിങ്ങനെയാണ് ബജറ്റ് പ്രഖ്യാപനങ്ങൾ. ന്യൂസ് ഡെസ്ക് CCTV. പ്രളയത്തിൽ തകർന്ന ഭാരതപ്പുഴയിലെ ഉരുക്ക് തടയണയുടെ പുനർനിർമ്മാണം ആരംഭിച്ചു. റീബിൽഡ് കേരളയിൽ ഉൾപ്പെടുത്തി 12.6 കോടി രൂപ ചെലവിലാണ് പുനർനിർമ്മിക്കുന്നത്. പഴയ തടയണ നിലനിർത്തി പുനർനിർമ്മിക്കുന്നതിൽ പല മാറ്റങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മുൻപ് വെള്ളം തുറന്നുവിടാൻ പൈപ്പുകൾ ഉണ്ടായിരുന്നത് മാറ്റി 2 വശങ്ങളിലും ഷട്ടർ വയ്ക്കും. വേനലിൽ പൈങ്കുളം പമ്പ് ഹൌസിലേക്കടക്കം വെള്ളം ഒഴുക്കിവിടാൻ ഇത് സഹായകരമാകും. 2016 നിർമ്മിച്ച തടയണ 2018 പ്രളയത്തിൽ മൈനൂർ ഭാഗത്തെ പാടശേഖരത്തിന് സമീപത്തെ മണ്ണിടിഞ്ഞ് പുഴ ഗതിമാറി ഒഴുകിയിരുന്നു. മണ്ണിടിഞ്ഞ ഭാഗത്ത് സർവേ പൂർത്തിയാക്കി വലിയ കരിങ്കൽ ഭിത്തി നിർമ്മിച്ച് വെള്ളം സംഭരിക്കും. പുനർനിർമ്മാണത്തിന്റെ ഭാഗമായി സാധനങ്ങൾ എത്തിക്കാൻ പുഴയിൽ പൈങ്കുളം പമ്പ് ഹൌസിന് സമീപത്തെ റോഡ് നിർമ്മാണം പൂർത്തിയായി. നിർമ്മാണ പ്രദേശത്തേക്ക് വെള്ളം ഒഴുകിയെത്താതിരിക്കാൻ പുഴയ്ക്കു കുറുകെ ബണ്ട് നിർമ്മാണം പൂർത്തിയായി വരികയാണ്. ഇത് കഴിഞ്ഞാൽ കരിങ്കൽ കെട്ട് നിർമ്മിച്ച് മഴക്കാലത്തിന് മുൻപ് തടയണ നിർമ്മാണം പൂർത്തിയാക്കുകയാണ് ലക്ഷ്യം. വേനൽ ആരംഭത്തിൽ തന്നെ പുഴ വറ്റിയതോടെ ഉമ്മത്തൂരിലെ ആനക്കര ചെറുകിട ജലസേചന പദ്ധതിയിൽ നിന്നുള്ള പമ്പിംഗ് നിർത്തിവെച്ചു. ഇതോടെ 30 ഹെക്ടറോളം വരുന്ന പുഞ്ചകൃഷി ഇറക്കാൻ കഴിയാതായിരിക്കുകയാണ് കർഷകർക്ക്. കഴിഞ്ഞ മാസം മാർച്ച് മാസത്തോടെയാണ് പുഴയിലെ ജലനിരപ്പ് താഴ്ന്നതെങ്കിൽ ഇത്തവണ ജനുവരി ആദ്യവാരത്തിൽ പുഴ വറ്റിവരേണ്ട സ്ഥിതിയിലായി. ഇതോടെ ഉമ്മത്തൂരിലെ ചെറുകിട ജലസേചന പദ്ധതിയിൽ നിന്നുള്ള പമ്പിംഗ് നിർത്തിവെക്കേണ്ട അവസ്ഥയാണ്. 2 വർഷം മുമ്പ് മണൽ ചാക്കുകൾ കൊണ്ട് താൽക്കാലിക തടയണ നിർമ്മിച്ചാണ് പമ്പിംഗ് നടത്തിയിരുന്നത്. ഉമ്മത്തൂർ മുതൽ കാങ്കപ്പുഴ കടവ് വരെയുള്ള 2 കിലോമീറ്റർ കനാലിലൂടെ വരുന്ന വെള്ളത്തെ ആശ്രയിച്ച് കൃഷി ഇറക്കിയവർ ഇത്തവണ വെള്ളം ലഭിക്കാത്തതിനാൽ പുഞ്ചകൃഷിക്ക് പുറമെ പച്ചക്കറി കൃഷിയും ഉപേക്ഷിക്കേണ്ട അവസ്ഥയിലാണ്. 30 ഹെക്ടറിലാണ് കർഷകർ പുഞ്ചകൃഷി ഇറക്കിയിരിക്കുന്നത്. കാർഷികാവശ്യത്തിനായി പുഴയോരങ്ങളിലെ കർഷകർ മോട്ടോർ ഉപയോഗിച്ച് വെള്ളം പമ്പ് ചെയ്തു വരാറുണ്ടായിരുന്നു. എന്നാൽ പുഴയിലെ നടുഭാഗത്തായി ആഴമുള്ള കുറച്ച് ഭാഗങ്ങളിൽ മാത്രം വെള്ളമുള്ളതിനാൽ ഇതേറെ പ്രയാസം സൃഷ്ടിച്ചുവെന്നും കർഷകർ പറഞ്ഞു. വേനൽ കടുക്കും മുമ്പേ തന്നെ ജലനിരപ്പ് താഴ്ന്ന് പല ഭാഗങ്ങളിലും കുടിവെള്ളക്ഷാമവും രൂക്ഷമാകുന്നുണ്ട്. കാണികളിൽ ആവേശം നിറച്ച തൃത്താല VK കടവ് ഫെസ്റ്റ് വർണ്ണാഭമായ പരിപാടികളോടെ ആഘോഷിച്ചു. രാവിലെ വിവിധ ആഘോഷ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ബാൻഡ് മേളത്തിന്റെ അകമ്പടിയോടെ ഗജസംഗമം നടന്നു. ഉച്ചയ്ക്ക് 12 മണിക്ക് കൊടിയേറ്റമുണ്ടായി. തുടർന്ന് ആന, വാദ്യമേളങ്ങൾ എന്നിവയുടെ അകമ്പടിയോടെ നാട്ടുപ്രദക്ഷിണം നടന്നു. വൈകിട്ട് 4 മുതൽ വിവിധ നേർച്ച ആഘോഷ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഗജഘോഷയാത്രകൾക്ക് തുടക്കമായി. ബാൻഡ് മേളം, വിവിധ വാദ്യമേളങ്ങൾ എന്നിവ അകമ്പടിയായി. രാത്രി വിവിധ ആഘോഷ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ബാൻഡ് വാദ്യമേളങ്ങൾ നടന്നു.
4 ദിവസം നീണ്ടു നിൽക്കുന്ന വലിയുള്ളാഹി വരവൂർ മുഹമ്മദ് കുട്ടി മസ്താൻ ഉപ്പാപ്പ മഖാം ഷെരീഫിലെ ആണ്ട് നേർച്ചയ്ക്കും ദുവാ സമ്മേളനത്തിനും വരവൂർ മഖാമിൽ കൊടികയറി. രാവിലെ മസ്താൻ ഉപ്പാപ്പയുടെ പേരമകൻ അബ്ദുൾ സെബൂർ കൊടിയേറ്റ കർമ്മം നിർവഹിച്ചു. തുടർന്ന് മഖാമിലെ ഉസ്താദ് മുഫാസ് അൽ മുഖിമിയുടെ നേതൃത്വത്തിൽ മൗലിദ് പാരായണം നടന്നു. വൈകിട്ട് 4-ന് ഹസൻ സഖാഫി പൂക്കോട്ടൂരിന്റെ നേതൃത്വത്തിൽ മജ്ലിസ് നൂർ, വൈകിട്ട് ദിക്ർ ഹൽക എന്നിവയ്ക്ക് ബാറു സാദത്ത്, സയ്യിദ് ഇബ്രാഹിം ഖലീൽ അൽ ബുഖാരി കടലുണ്ടി എന്നിവർ നേതൃത്വം നൽകി. തുടർന്ന് നടന്ന ഖുത്തൂബിയത്ത് സയ്യിദ് അബ്ദുൽ ഖാസിം തങ്ങൾ പാണക്കാട് നേതൃത്വം നൽകി. കൊടിയേറ്റത്തിന് പങ്കെടുത്ത എല്ലാ ഭക്തർക്കും ഭക്ഷണ വിതരണവുമുണ്ടായി. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ വിവിധ മൗലിദ് പാരായണങ്ങളും ദിക്റുകളും ദുആ മജ്ലിസുകളും അന്നദാനവും നടക്കും. ഭക്ഷണ വിതരണത്തിനാണ് ഇവിടെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം. അതുകൊണ്ടുതന്നെ കേരളത്തിന്റെ പുറത്തുനിന്നും നിരവധി ആളുകൾ ഇവിടെ നേർച്ചയിൽ പങ്കെടുക്കാൻ എത്തുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ട്രസ്റ്റ് ചെയർമാൻ MH മുഹമ്മദ് അലി, സെക്രട്ടറി VB ഷരീഫ്, മറ്റു ഭാരവാഹികളായ MH ഷൗക്കത്ത് അലി, AV സിറാജ്, PK സക്കീർ എന്നിവർ പറഞ്ഞു. CCTV ന്യൂസ് തളി. ചാലിശ്ശേരി പെരുമണ്ണൂർ ഗവൺമെന്റ് LP സ്കൂൾ വാർഷികോത്സവം വർണ്ണാഭമായി. ഇതളുകൾ എന്ന പേരിൽ നടന്ന ചടങ്ങ് ചാലിശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് AV സന്ധ്യ ഉദ്ഘാടനം ചെയ്തു. വാർഡംഗം സരിത വിജയൻ അധ്യക്ഷയായി. തൃത്താല ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ PB സിദ്ദീഖ് മുഖ്യാതിഥിയായി. മുരളി കല്ലഴി, സ്കൂൾ പ്രധാനാധ്യാപിക ബീന, അധ്യാപകർ, രക്ഷാകർത്താക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് കുട്ടികൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും അരങ്ങേറി. കുട്ടികളുടെ കലാപരിപാടികളുടെ വാർഷിക ഉദ്ഘാടനമാണ് ഇന്ന് നടത്തപ്പെടുന്നത്. നമുക്കറിയാം, നമ്മുടെ സ്കൂള് പ്രൈവറ്റ് സ്കൂളിനെക്കാട്ടി ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത് നമ്മൾ ഗവൺമെൻറ് സ്കൂളുകൾക്കാണ്. അത് എടുത്തു പോവാതെ, നമ്മുടെ നാട്ടിൽ നിന്ന് എടുത്തു പോവാതെ നോക്കേണ്ട ഒരു ഉത്തരവാദിത്വം നമ്മളുടെ എല്ലാവരുടെയും കൂടെയാണ്. മുൻകാലങ്ങളിലൊക്കെ സാധാരണ ഗവൺമെൻറ് സ്കൂളുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീടാണ് നമ്മുടെ പ്രൈവറ്റ് സ്കൂളുകളൊക്കെ വന്നത്. എന്തായാലും എൻ്റെ ഒരു പ്രസംഗത്തിനോ എൻ്റെ ഒരു ഉദ്ഘാടനത്തിനോ അല്ലോ നമ്മുടെ മക്കൾ ഇരിക്കുന്നത് അവരുടെ കലാപരിപാടികളുടെ ഒരു ഭാഗമായിട്ടാണ്. എന്തായാലും കുട്ടികൾക്ക് വിദ്യാഭ്യാസ മേഖലയിലല്ലാതെ തന്നെ അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരം പരിപാടികൾ സർക്കാർ ഉദ്ദേശിക്കുന്നത്. ഷൊർണൂർ കോഓപ്പറേറ്റീവ് സർവീസ് ബാങ്ക് സഹകരണ സംഗമം സംഘടിപ്പിച്ചു. അഡ്വക്കേറ്റ് ജോസഫ് D മേനാച്ചേരി ഉദ്ഘാടനം നിർവഹിച്ചു. ഷൊർണൂർ കോഓപ്പറേറ്റീവ് സർവീസ് ബാങ്കിന്റെ നേതൃത്വത്തിലാണ് സഹകരണ സംഗമം സംഘടിപ്പിച്ചത്. ഓങ്ങല്ലൂർ ബാങ്ക് ഹാളിൽ നടന്ന പരിപാടി അഡ്വക്കേറ്റ് ജോസഫ് D മേനാച്ചേരി ഉദ്ഘാടനം ചെയ്തു. എക്കണോമിക് ഇൻട്രസ്റ്റ് ആണ് നമ്മുടെ ഈ പറയുന്ന കോഓപ്പറേറ്റീവ് നിയമങ്ങളുടെ മുഖ്യധാര. എന്താണ് എക്കണോമിക് ഇൻട്രസ്റ്റ്? അത് പൊതുവായിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് ആണ്. എല്ലാവർക്കും ആ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഈ ഫീൽഡ് വിജയിച്ചു എന്നർത്ഥം. ശരിയല്ലേ? അതിന് താല്പര്യമില്ലാത്ത ആളുകളാണ് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നതെങ്കിൽ ഈ മേഖല വിജയിക്കില്ല എന്ന് ഞാൻ പറയുന്നു. ഈ മേഖല എങ്ങനെ വിജയിപ്പിച്ചെടുക്കണം? അതിനുവേണ്ടി നമ്മൾ വളരെയധികം എഫർട്ട് എടുത്ത് നിങ്ങളാൽ കഴിയുന്ന ഒരു തരത്തിലുള്ള കോൺട്രിബ്യൂഷൻ, അത് മറ്റൊരു തരത്തിൽ എല്ലാവർക്കും ക്ഷേമകരമാകുന്ന തരത്തിൽ വളർത്തിയെടുക്കണം. മനസ്സിലായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ സഹകരണ സംഗമത്തിൽ പങ്കെടുക്കുന്നത് എല്ലാവർക്കും നിയമപരിജ്ഞാനം കൊടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഞാനിവിടെ നിൽക്കുന്നത്. ബോഡി ബിൽഡിംഗ് ആൻഡ് ഫിറ്റ്നസ് ചാമ്പ്യൻഷിപ്പിൽ 2ാം സ്ഥാനം കരസ്ഥമാക്കിയ മിസ്റ്റർ പാലക്കാടായ ഫവാസ് OV ചടങ്ങിൽ അനുമോദിച്ചു. മനു KB, വൈസ് പ്രസിഡന്റ് രാമചന്ദ്രൻ MK, അച്ചു, ഗോപി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. KATF അവകാശ സംരക്ഷണ ജാഥയ്ക്ക് പട്ടാമ്പിയിൽ സ്വീകരണം നൽകി. കേരളത്തിലെ ഏറ്റവും വലിയ ഭാഷാ അധ്യാപക കേരള അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷന്റെ അവകാശ സംരക്ഷണ ജാഥയുടെ അഭിനന്ദനായ നായകന്മാർ നിങ്ങൾ ഒരുക്കിയ ഈ സ്വീകരണ പരിപാടിയിൽ രാജ്യത്തിന്റെ ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങൾ സംരക്ഷിക്കുക, നാടിന്റെ യഥാർത്ഥ സംസ്കാരവും പൈതൃകവും മതേതരത്വവും കാത്തുസൂക്ഷിക്കുക, അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും പിന്നോക്ക ന്യൂനപക്ഷങ്ങളുടെയും ആവശ്യങ്ങൾ സംരക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ്
കേരള അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അവകാശ സംരക്ഷണ ജാഥ സംഘടിപ്പിച്ചത്. കാസർഗോഡ് നിന്നും ആരംഭിച്ച് തിരുവനന്തപുരത്ത് സമാപിക്കുന്ന അവകാശ സംരക്ഷണ ജാഥയ്ക്ക് പട്ടാമ്പിൽ സ്വീകരണം നൽകി. പട്ടാമ്പിൽ നടന്ന സ്വീകരണ പൊതുയോഗം മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് മരക്കാർ മാരായമംഗലം ഉദ്ഘാടനം ചെയ്തു. ചുവരുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് രാജ്യത്ത് വ്യത്യസ്ത ചിത്രങ്ങൾ വരയ്ക്കാൻ വേണ്ടി കഴിയുകയുള്ളൂ. നമ്മുടെ രാജ്യത്തിന്റെ മഹിതമായ പാരമ്പര്യം എന്താണെന്ന് ചോദിച്ചാൽ വ്യത്യസ്തമായ ചിത്രങ്ങൾ വരയ്ക്കാൻ കഴിഞ്ഞു ഈ രാജ്യത്ത് എന്നുള്ളതാണ്. ഹിന്ദുവിന്റെ ചിത്രം വരയ്ക്കാൻ കഴിഞ്ഞു, മുസൽമാന്റെ ചിത്രം വരയ്ക്കാൻ കഴിഞ്ഞു, ക്രിസ്ത്യാനിയുടെ ചിത്രം വരയ്ക്കാൻ കഴിഞ്ഞു, സിഖുകാരന്റെ ചിത്രം വരയ്ക്കാൻ വേണ്ടി കഴിഞ്ഞു. ഇതിനെയൊക്കെ നിഷേധിക്കുന്ന മതനിഷേധികളുടെ ചിത്രം വരയ്ക്കാനും ഈ രാജ്യത്ത് കഴിഞ്ഞിട്ടുണ്ട്. ആ മഹത്തായ പാരമ്പര്യം രാജ്യത്ത് നിലനിൽക്കുന്നു എന്ന ആശങ്കയുള്ള സമയത്താണ് എല്ലാവരും സമരമുഖത്താണ്. അണ്ണാറക്കണ്ണനും തന്നാലാവുന്നത് ചെയ്യാൻ കഴിഞ്ഞാൽ ചിലപ്പോൾ ലക്ഷ്യപ്രാപ്തി നേടിക്കൂടാ എന്നില്ല, നേടാൻ കഴിയും എന്നുള്ള വിശ്വാസം നിരാശ പരത്തുന്നതിന് ഉപകരിക്കുമോ എന്ന് കരുതി ഞാൻ ആ നിരാശയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ചെലുത്താൻ വേണ്ടി ഉദ്ദേശിക്കുന്നു. പക്ഷെ ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ള നിങ്ങൾ അധ്യാപക സുഹൃത്തുക്കളാണല്ലോ, നിങ്ങൾ ചരിത്രകാരന്മാരാണ്, ചരിത്രത്തെക്കുറിച്ച് ബോധവാന്മാരാണ്. ഇപ്പൊ നമ്മുടെ മുന്നിലുള്ള ചിത്രം വളരെ അപകടകരമാണ്, ഉത്കണ്ഠാജനകമാണ്, ആശങ്കാജനകമാണ്. ജില്ലാ KATF സീനിയർ വൈസ് പ്രസിഡന്റ് അബ്ദുൾ റസാഖ് വി അധ്യക്ഷനായി. KATF സംസ്ഥാന സെക്രട്ടറി TC ലത്തീഫ് മുഖ്യപ്രഭാഷണം നടത്തി. ചില മതവിഭാഗത്തിലെ ആളുകളുടെ പേര് പറയുന്നത് പോലും ഭയപ്പെടുന്ന തലത്തിലേക്ക് നമ്മുടെ രാജ്യം മാറിക്കൊണ്ടിരിക്കുമ്പോൾ മതേതരത്വം അങ്ങേയറ്റം ഭീഷണിയിലാണ്. നമുക്കത് കാണാതിരിക്കാൻ കഴിയോ? എന്താ നമ്മുടെ രാജ്യത്തിന്റെ മതേതരത്വത്തിന്റെ അവസ്ഥ? പുതിയ പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്യപ്പെടുമ്പോ മതേതരത്വം എന്ന് നമ്മുടെ ഭരണഘടനയുടെ ആമുഖത്തിൽ എഴുതി ചേർക്കപ്പെട്ട ആ പേജ് മാറ്റി വെച്ചുകൊണ്ട് പാർലമെന്റ് അംഗങ്ങൾക്ക് വിതരണം ചെയ്തൊരവസ്ഥയിലേക്ക് നമ്മുടെ രാജ്യം എത്തിച്ചേർന്നു. മാത്രമല്ല, ഇപ്പോൾ ഏറ്റവും അവസാനമായി പാർലമെന്റിനകത്ത് നൽകിയതിൽ മതേതരത്വവും ജനാധിപത്യവുമുള്ള മുഴുവൻ പദങ്ങളെയും മാറ്റിവെച്ചുകൊണ്ടുള്ള പുതിയൊരു തലത്തിലേക്ക് പോകുമ്പോഴാണ് KTF ജനങ്ങളോട് പറയുന്നത് 2024 ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരാനുണ്ട്. നമ്മൾ ഭയാശങ്കയോടുകൂടെ കാണുന്നു. മണ്ണാർക്കാട് നിന്നും ബൈക്ക് റാലിയുടെ അകമ്പടിയോടെയാണ് പട്ടാമ്പിലേക്ക് ജാഥ എത്തിയത്. ജാഥ ക്യാപ്റ്റൻ TP അബ്ദുൽ ഹക്കിനെയും വൈസ് ക്യാപ്റ്റൻ MA ലത്തീഫിനെയും ഹാരാർപ്പണം നടത്തി. സൈദലവി മാസ്റ്റർ, ഫൈസൽ ബാബു K, നൌഷാദ് മാസ്റ്റർ, നിസാർ ബാബു, ജസീറ ടീച്ചർ, മരക്കാർ അലി, അബ്ദു സമദ് മാസ്റ്റർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. കള്ളുചെത്ത് തൊഴിലാളിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. പൈങ്കുളം മുട്ടത്തിൽ വീട്ടിൽ പരേതനായ രാമകൃഷ്ണൻ മകൻ ഉണ്ണികൃഷ്ണൻ എന്ന കുട്ടനെയാണ് വാടാലിപ്പാടം സുമംഗലി മണ്ഡപത്തിന് സമീപമുള്ള കള്ളുചെത്തുന്ന പറമ്പിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 43 വയസ്സായിരുന്നു. ഇന്ന് രാവിലെയാണ് നാട്ടുകാർ മൃതദേഹം കണ്ടത്. ഉടൻ വീട്ടുകാരെയും ബന്ധുക്കളെയും അറിയിച്ചു. ചെറുതുരുത്തി പോലീസിൽ അറിയിച്ചതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. മൃതദേഹം മുളങ്ങുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് മാറ്റി. മാലതി മാതാവാണ്, സ്മിത ഭാര്യയാണ്, അവിനിത, ആദിത്യൻ എന്നിവർ. ഇതോടെ നിലയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.